നമ്മളെ സ്നാക്സും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചതേ. കണ്ടോ, പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് നിന്നാലേ നമുക്ക് നിർത്താൻ തോന്നൂല കേട്ടോ. അങ്ങനെ ഒരു കപ്പ് റവ, അത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. അതിലേക്ക് അരക്കപ്പ് വെള്ളം, റവ കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളവും റവയും കൂടി റവൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തണ മാതിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതലൊന്നും വെക്കണ്ട കേട്ടോ, 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നല്ല രുചികരമായിട്ടുള്ളൊരു വട തയ്യാറാക്കുക. ഇപ്പോൾ അതാ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 4 മണിക്കൊക്കെ അല്ലേ കുട്ടികളെ സ്കൂളും ട്യൂഷനൊക്കെ വിടുള്ളൂ. ആ ടൈം ആകുമ്പോഴത്തേന് റെഡിയായി കിട്ടും. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മൂടി വെക്കണം. റവ കുതിർന്ന് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല, 2 പച്ചമുളക്, ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ് കേട്ടോ. പിന്നെ എന്താ ഒരു സവാള, ഇത്രയും വലിപ്പമുള്ളൊരു മീഡിയം സൈസുള്ളൊരു സവാള എടുത്താൽ മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടാ, ഞാൻ ഇത്രയും ഇഞ്ചി എടുക്കൂല, ഇതിൻ്റെ പകുതി മതി. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വരാം. ഈ പലഹാരത്തേക്ക് നമ്മളെ ഗ്രീൻ ചട്നി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി, പിന്നെ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളൂ കേട്ടോ. ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഇത് ചോപ്പറിലിട്ട് വലിച്ചാൽ മതി കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി എടുക്കാൻ ഭയങ്കര ഒരു മടി, അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പെട്ടെന്ന് പണിത് ഒരു സവാളൊക്കെ അല്ലേ ഉള്ളൂ. ഒരുപാടൊക്കെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ടിട്ട് വലിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. റവ നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. അങ്ങനെ റവയിൽ കൂടുതൽ വെള്ളം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒഴിച്ച് വെള്ളം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കാട്ടേണ്ടത് വെച്ചാൽ നമ്മളത് അരിച്ചെടുക്കണം. അല്ലാതെ നമ്മൾ അതേ ഇതിലേക്ക് തന്നെ ഉള്ളി ഇതൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടെക്സ്ചറിൽ കിട്ടൂല. അപ്പോൾ അതിപ്പോൾ നല്ലോണം മയം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്താ ഉള്ളി ഇതാ പൊടിയായിട്ട് അരിഞ്ഞതാണ്. 2 പച്ചമുളക് ഇട്ടോ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതാ കരിവേപ്പിൻ്റെ ഇല കേട്ടോ, പൊടിയായിട്ട് തന്നെ കരിവേപ്പിൻ്റെ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് മല്ലിൻ്റെ ഇല കൂടുതലോ കുറവോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും മല്ലിൻ്റെ ഇല നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പിടി മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതാണ് ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 2 ടേബിൾ സ്പൂൺ മൈദ. ഇത് മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഈ സോഡപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എന്നാലും നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു നമുക്ക് തൈര് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാ തൈര് ചേർക്കാതെ ഇതേപോലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അപ്പക്കാരം 1/2 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം.
ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൈയൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഫസ്റ്റ് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതൊരു നല്ല കട്ടിയല്ല, എന്നാലിട്ട് അധികം ലൂസും അല്ല, ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം കട്ടിയിൽ കുഴച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹാർഡായിരിക്കും, കട്ടിയായിരിക്കും. ഇത്തിരി ഒരു ലൂസിൽ വേണം അത് കുഴച്ചെടുക്കാൻ. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കുമൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു പരുവല്ലേ, ഇത് ഇങ്ങനെയാണ് ഇട്ടത് വേണ്ടത്. നല്ലോണം ലൂസും അല്ല, നല്ലിട്ട് നല്ലോണം ടൈറ്റും അല്ല, ആ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ മാവ് ഇങ്ങനെ എടുത്തിടാൻ കഴിയണം. നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ച് കോരാം. കൈയേറ്റോ സ്പൂണേറ്റോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കോരിയെടുക്കട്ടെ. നമ്മളിത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമൊക്കെ വെച്ചിട്ട് വേണം മാവ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേമാതിരി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി. ഒരുപാട് വലുതും ആക്കണ്ട, എന്നാലിട്ട് നല്ലോണം കുഞ്ഞതും ആക്കണ്ട. അങ്ങനെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളും കൂടി അടി ഉണ്ടാക്കും, ഒട്ടി പിടിക്കും കേട്ടോ. നല്ല ചൂടായി കിടക്കണ്ട എണ്ണ. അപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തതൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് ഒരുപാട് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. എണ്ണ ഒരുപാട് കുടിക്കുന്നുള്ള ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാറിട്ടത് കിട്ടൽ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. കറും മുറും വെച്ചിട്ട് കഴിക്കാം. നല്ലൊരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കട്ടൻ ചായ പാൽ ചായ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറാണ് കേട്ടോ അത് കഴിക്കാൻ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് കൈയ്യട്ടി ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് സ്പൂണായിട്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് കൈയ്യേറ്റ് ഇട്ട് കൊടുക്കുന്നു മാത്രം. ഇട്ടെടുക്കുമ്പോൾ കുറച്ച് വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം. കേട്ടോ, നമ്മൾ കുഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് കുറച്ചിങ്ങോട്ട് ഗുണ്ടുമണിയായിട്ട് വരും, പൊന്തി വരും. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടെടുത്തതല്ലേ. ഇതാ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് എന്തായാലും ഇടാണ്ടിട്ടോ. കമൻറ്റ് നിങ്ങളെ ലൈക്കും സബും കമൻറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ട്, പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മൈലി, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ആയിട്ട് ഇടോണ്ടിട്ടോ, കമൻ്റായിട്ട്. നമ്മളെ സ്നാക്സും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചതേ.
കണ്ടോ, പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് നിന്നാലേ നമുക്ക് നിർത്താൻ തോന്നൂല കേട്ടോ, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇത് സോസ് കൂട്ടിയിട്ടോ മയണൈസ് കൂട്ടിയിട്ടോ ഇതേമാതിരി ഗ്രീൻ ചട്നി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ പുതിയ സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും വരണ്ട. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറ തിരൂർ.